ശങ്കുട്ടിദാസ് ഈ മാസം 14 ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്നു, രാജ്യത്തെ ക്രൈസ്തവരോടുള്ള BJPയുടെ സമീപനത്തിൽ ഇരട്ടത്താപ്പാണ്. രാജ്യത്തെ ക്രൈസ്തവ പീഡനങ്ങളോട് അരുതെന്നു പറയാതെയാണ് 2026 കേരളത്തിൽ ഭരണം പിടിക്കാൻ BJP കച്ചകെട്ടിറങ്ങിയിരിക്കുന്നത്. ഗോവയിലും കേരളത്തിലും ഉൾപ്പെടെ ക്രൈസ്തവരോടൊപ്പമാണെന്ന പ്രതീതി ജനിപ്പിക്കുന്ന BJP ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ പീഡനങ്ങൾക്ക് ഒത്താശ ചെയ്യുകയാണ്. BJPയുടെ ഇരട്ടത്താപ്പ് നയം അങ്ങേയറ്റം അപമാനകരമാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ വൈദികർക്കും മിഷണറിമാർക്കുമെതിരെ ആക്രമണം നടത്തുന്നവർക്ക് ലക്ഷങ്ങൾ പാരിതോഷികം വാഗ്ദാനം ചെയ്ത BJP MLA ഗോപീചന്ദ് പദൽക്കർക്കെതിരെയും വിമർശനമുണ്ട്. എന്താണ് അങ്ങയുടെ പ്രതികരണം? ശരി, ഏതാണ്ട് 50 മിനിറ്റ് ആയിട്ടുള്ള ഈ ചർച്ചയിൽ 5 മിനിറ്റ് ഞാൻ സംസാരിച്ചൊഴിച്ച് ബാക്കി 45 മിനിറ്റ് നിങ്ങൾ BJPക്കും സംഘപരിവാറിനെതിരെ വെറുപ്പ് വമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇനി ഒരു 5 മിനിറ്റ് കൂടി എന്നെ സംസാരിക്കാൻ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് ഈ ചർച്ചയുടെ എല്ലാ പിന്നിലെ താല്പര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന BJP ക്രിസ്ത്യൻ സഭകളും തമ്മിലുണ്ടാവുന്ന ഒരു സഖ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കയാണ്. ഇപ്പോൾ തൃശ്ശൂരിലുള്ള തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് സഭയുടെ അനുകൂലമായിട്ടുള്ള നിലപാട് അതിന് സഹായിച്ചിട്ടുണ്ട്. കേരളത്തിലുടനീളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വലിയ വളർച്ചയ്ക്ക് ഒരുപക്ഷെ ക്രിസ്ത്യൻ സമൂഹം ഇത്രയും കാലം BJPക്ക് വോട്ട് ചെയ്യാതെ മാറി നിന്നിരുന്നൊരു സമൂഹം BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ തയ്യാറായത് കാരണമായിട്ടുണ്ട്. ഈ കാര്യം വല്ലാതെ വിരളി പിടിപ്പിച്ചിട്ടുള്ള, വല്ലാണ്ട് ആശങ്കപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ക്രിസ്ത്യൻ സഭയെയും ക്രിസ്ത്യൻ വിശ്വാസികളെയും BJP വിരുദ്ധത പറഞ്ഞ് ഇവർ നിങ്ങളെ ചുട്ടു തിന്നാനും നിങ്ങളെ ആകെ വിഴുങ്ങാനും കാത്തിരിക്കുന്ന ഭീകരന്മാരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ BJPയിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളെ ഓരോ ദിവസവും എടുത്തുകൊണ്ടുവന്ന് ഊതി വീർപ്പിച്ചും അതിന്റെ യഥാർത്ഥ സ്വഭാവത്തെ മറച്ചു പിടിച്ചുകൊണ്ടും അനാവശ്യമായിട്ടുള്ള ചർച്ചകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നമുക്ക് നിങ്ങൾ സംസാരിക്കുമ്പോഴൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. ആരാണ് ഇടപെടുന്ന ആളെന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ തിരിച്ച് മറുപടി പറയാം. ആരാണത്? അങ്ങ് പറഞ്ഞോളൂ. അല്ല, പ്രതിനിധിയാണോ അതോ സഭയുടെ പ്രതിനിധിയാണോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അല്ല, സഭയുടെ പ്രതിനിധി എന്ന് വേണമെങ്കിൽ പറയാം. അൽമായ മുന്നേറ്റം പ്രതിനിധിയാണ്, സഭയുടെ ഭാഗമാണ്. ശരി, നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുള്ള സംഭവം ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. അതിൽ BJPക്ക് രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഒരു പങ്കാളിത്തം ഇല്ല. ഇതിൽ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പങ്കാളിത്തമാണ് നിങ്ങളെയൊക്കെ വല്ലാണ്ട് അസ്വസ്ഥമാക്കുന്ന കാര്യമെങ്കിൽ ഛത്തീസ്ഗഡിന്റെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കിയ തീരുന്ന ആശങ്ക മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിൽ ഒരു തെരുവിൽ വെച്ച് പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായി, ഒരു ആൾക്കൂട്ടം, ഒരു ബഹളം ഉണ്ടായി, ആരെങ്കിലും വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ ഓടിക്കൂടുന്ന 5 ചെറുപ്പക്കാരിൽ ചിലപ്പോൾ 2 പേര് DYFIക്കാരും ഒരാൾ യൂത്ത് കോൺഗ്രസ്സുകാരനും ആയിരിക്കും. അത് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഡെമോഗ്രഫിയാണ്. ഇവിടെ 30% CPM വോട്ടും 28% കോൺഗ്രസിന് വോട്ടുമുള്ള സ്ഥലമാണ്. അവിടെ 5 ആൾ കൂടി കഴിഞ്ഞാൽ അതിൽ 2 പേര് അവരാവും. 46% ഓടിക്കൂടിയതും അവരാണല്ലോ, ശങ്കുട്ടിദാസ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന പശ്ചാത്തലമുള്ളൊരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഈ പറയുന്ന ഫോഴ്സ്ഡ് കൺവെർഷൻ്റെ, മതപരിവർത്തനത്തിൻ്റെ, അതിൻ്റെ പേരിലുള്ള ട്രാഫിക്കിങ്ങിൻ്റെ ഒക്കെ ഒരു അനുഭവമുള്ള സ്ഥലമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ 1968 തന്നെ അവിടെ മതപരിവർത്തന നിരോധന നിയമം ഉണ്ടാക്കിയത്. BJP വന്നിട്ടല്ലല്ലോ ഉണ്ടാക്കിയത്. കോൺഗ്രസിൻ്റെ സർക്കാരും പിന്നീട് ലോക്ദളിൻ്റെ സർക്കാരും ഭരിക്കുന്ന കാലത്തല്ലേ ഇപ്പം നിങ്ങൾ ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ള മതപരിവർത്തന നിരോധന നിയമം ഉണ്ടാക്കിയത്. എന്തിനാണ് 1968 അങ്ങനെ നിയമം ഉണ്ടാക്കേണ്ട പശ്ചാത്തലം? 1936 ഉണ്ടാക്കേണ്ട പശ്ചാത്തലം എന്താണ്? ഏറ്റവും അവസാനം സെൻസസിൽ 2001 സെൻസസിൽ ഉണ്ടായിരുന്നത് 4,05,000 ക്രിസ്ത്യൻ ജനസംഖ്യ 2011 ആയപ്പോഴേക്കും 4,95,000 ആവുമ്പോൾ 90,000 ആളുകളുടെ വർധനം ഉണ്ടാവുന്നത് 3 ജില്ലകളിൽ മാത്രമാണ്. ഈ പറയുന്ന ബസ്തർ, റായ്പൂർ, ജോഷ്ഗർ എന്ന് പറയുന്ന 3 ജില്ലകളിൽ മാത്രമാണ് ഉണ്ടാവുന്നത്. ട്രൈബൽ പോപ്പുലേറ്റഡ് ജില്ലകളാണ്. സ്വാഭാവികമായി ഇത്തരം സ്ഥലങ്ങളിൽ വലിയ അളവിലുള്ള കൺവേർഷൻ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതിനെതിരെയുള്ള തദ്ദേശീയമായിട്ടുള്ള പ്രതിരോധങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആ വിഷയത്തിൽ ബജ്രംഗ് ദൾ ഇടപെട്ടു. പക്ഷെ ബജ്രംഗ് ദൾ ഇടപെട്ടില്ല. ബജ്രംഗ് പ്രവർത്തകർ അവരുടെ ജീവിത സാഹചര്യം നന്നാക്കുന്നതിനോ, അവരുടെ പട്ടിണി മാറ്റുന്നതിനോ, അവർക്ക് നല്ല ജോലി കൊടുക്കുന്നതിനോ, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോ ഇടപെട്ടതിന്റെ എന്തെങ്കിലും ഉദാഹരണങ്ങൾ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഓരോ സംസ്ഥാനത്തെയും സാഹചര്യം അനുസരിച്ച് അവിടുത്തെ മിഷണറിമാരോടുള്ള സമീപനം അങ്ങനെ ആയിരിക്കുമെന്നാണോ അങ്ങ് പറയുന്നത്? ഓരോ സംസ്ഥാനത്തെയും സാഹചര്യം എന്ന് പറയുമ്പോൾ അതാണ് ദീപികയും പറഞ്ഞത്. കേരളത്തിലും ഗോവയിലെയും സമീപനമല്ല നിങ്ങൾക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞതിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഒരു വാക്ക് പറഞ്ഞോട്ടെ. അതിനെ അങ്ങനെയാണെങ്കിൽ 58 ഉണ്ടാക്കിയ ആ നിയമം കാലഹരണപ്പെട്ടില്ല. ഇതുവരെ അത് ഫലപ്രദമായിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. 1968 ഉണ്ടാക്കിയ ഒരു നിയമം ഈ 2025 പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു കാലഹരണപ്പെട്ട നിയമമാണ്, അത് അപ്രായോഗികമായ നിയമമാണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി ഇവിടുത്തെ നാട്ടിലെ ആളുകൾക്കില്ലേ ശ്രീ ശങ്കുട്ടിദാസ്?
അങ്ങയുടെ ഇടപെടൽ കഴിഞ്ഞെങ്കിൽ ഞാനൊന്ന് മറുപടി പറയട്ടെ സാർ. 2023 അധികാരത്തിൽ വന്നിട്ടുള്ള BJP-യുടെ സർക്കാർ ഈ പറയുന്ന 1968 നിയമത്തെ പരിഷ്കരിച്ചുകൊണ്ട് പുതിയ നിയമം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ നിയമത്തിന്റെ ഡ്രാഫ്റ്റ് തയ്യാറായിട്ടുണ്ട്. ആ നിയമം ഇതുവരെ പാസ്സായിട്ടില്ലാതെ ഉള്ളൂ. കൂടുതൽ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസോട് കൂടി ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പരിഹരിച്ചല്ലോ. അല്ല, നിങ്ങൾ ഇത് മറ്റു സംസ്ഥാനങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് കേരളത്തിൽ നിന്ന് ക്രൈസ്തവരുടെ വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ എന്താണ്? അതിന്റെ അടിസ്ഥാനം എന്താണ് ശ്രീ ശങ്കുട്ടിദാസ്? മനസ്സിലായില്ല, ചോദ്യം മനസ്സിലായില്ല. അല്ല, ഇതൊക്കെ അവിടെ ചെയ്തിട്ട് കേരളത്തിൽ നിങ്ങൾക്ക് ക്രൈസ്തവരുടെ വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്താണെന്നാണ് ചോദിച്ചത്. അതിനെക്കുറിച്ചാണ് ദീപിക മുഖപ്രസംഗം. നിങ്ങൾക്ക് ഇരട്ടത്താപ്പാണെന്ന്, അതിന് മറുപടി ഉണ്ടോ? ഞാൻ ഒരു കാര്യം ഈ ചർച്ചയിൽ വളരെ സുവ്യക്തമായിട്ട് എല്ലാവർക്കും ബോധ്യപ്പെടാൻ വേണ്ടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, കേരളത്തിൽ BJP-യും ക്രിസ്ത്യൻ സഭകളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു സഖ്യമോ എന്തെങ്കിലും തരത്തിലുള്ള ധാരണയോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഈ കാലഘട്ടം അത് ആവശ്യപ്പെടുന്നതുകൊണ്ടാണ്. അതല്ലാതെ BJP നടത്തുന്ന കംപ്ലീറ്റ് സറണ്ടറായിട്ട് ഈ പറയുന്നത് പോലെ മതപരിവർത്തനത്തിനെതിരെ ഞങ്ങൾ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കില്ല, ഈ പറയുന്നത് പോലെ ഹിന്ദു ദൈവങ്ങളെയോ ഹിന്ദു ബിംബങ്ങളെയോ ആക്ഷേപിക്കുന്ന മിഷണറി ആക്ടിവിറ്റികളെ ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കും. അതേപോലെ തന്നെ അതെവിടെയാണ് കണ്ടത്? ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിക്കുന്ന മിഷണറി ആക്ടിവിറ്റി എവിടെയാണ് കണ്ടത്? നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഊഴത്തിൽ ആവശ്യത്തിലധികം സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ പറയുന്നത് എന്താണ്, മതപരിവർത്തന നിരോധന നിയമം നടപ്പാക്കുക മതപരിവർത്തന നിരോധന നിയമം പാസ്സാക്കില്ല എന്നൊരു പ്രോമിസ് ഞങ്ങൾ ആർക്കും മുന്നോട്ട് വെച്ചിട്ടില്ല. ഇവിടെ കേരളത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് രണ്ട് പക്ഷത്തിന്റെയും ആവശ്യം എന്നുള്ള നിലയിലാണ് കാലഘട്ടത്തിന്റെ ഇവിടുത്തെ ക്രൈസ്തവർക്ക് നിങ്ങളെ അങ്ങോട്ട് വന്ന് കണ്ട് നിങ്ങളെ വണങ്ങിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന കാലഘട്ടത്തിന്റെ ആവശ്യമാണോ ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ ഹിന്ദു സമൂഹവും, ഞാൻ പറയട്ടെ, കേരളത്തിലെ ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും സമാനമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ സമാനമായിട്ടുള്ള വെല്ലുവിളികളെ നിങ്ങൾ അതിൽ കയറി ചാടിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനിയെങ്കിലും ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുകളുണ്ട്. നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ടതാവട്ടെ, കൺവെർഷനുമായി ബന്ധപ്പെട്ടതാവട്ടെ, സാമുദായിക സന്തുലനവുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, റിസർവേഷനിലുള്ള സമീകരണത്തിനുമായി ബന്ധപ്പെട്ട വിഷയം ആയിക്കോട്ടെ, ഈ വിഷയങ്ങളെല്ലാം കേരളത്തിലെ ക്രിസ്ത്യൻ സഭ കാലങ്ങളായി മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളിലെല്ലാം ഇൻട്രസ്റ്റുകൾ തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് എന്നിടത്താണ്. അതല്ലാതെ അൺകണ്ടീഷണൽ സറണ്ടർ ആയിട്ടല്ല, ഈ പറയുന്ന പോലെ മതപരിവർത്തനത്തിനെതിരെ ഞങ്ങൾക്കൊരു സമീപനം ഇല്ല എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലല്ല. മതപരിവർത്തന നിയമം എന്ന വേറൊരു കാര്യം കൊണ്ടുവന്ന് അത് നിർബന്ധിത മതപരിവർത്തനമാക്കി സംസ്ഥാനങ്ങൾ നിയമം പാസ്സാക്കിയാണ്. ഒരു മിനിറ്റ്, ഫാദർ ഫിലിപ്പ് കവിയിൽ, അങ്ങേക്കെതിരെ മറുപടി പറയാം. നിങ്ങൾ ഈ വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് മുഴുവൻ ആളുകളെ, ഈ പറയുന്ന ആദിവാസികൾക്കിടയിലൊക്കെ പ്രവർത്തിക്കുന്നത് മുഴുവൻ ആളുകളെയും ക്രിസ്ത്യാനികളാക്കി നിങ്ങളുടെ എണ്ണം കൂട്ടാനാണ് എന്ന് BJP പ്രതിനിധി പറയുമ്പോൾ, അതുകൊണ്ടാണ് അവിടെ നേരത്തെയുള്ള കോൺഗ്രസ് സർക്കാർ തന്നെ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനുള്ള മറുപടി പറയണം. ഫാദർ ഫിലിപ്പ് കവിയിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ വടക്കേ ഇന്ത്യയിൽ നിങ്ങളുടെ പ്രവർത്തനം എന്താണെന്ന് പറഞ്ഞു. ഈ കന്യാസ്ത്രീകൾ, ഈ രണ്ട് കന്യാസ്ത്രീകൾ തന്നെ കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീകളായിരുന്നു. അവരെയാണ് പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നത്. അവിടെ കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ബജ്രംഗ് പ്രവർത്തകരെ കാണിക്കാൻ പറ്റുമോ? ഒരാളെ കാണിക്കാൻ പറ്റുമോ? ഫാദർ ഫിലിപ്പ് കവിയിൽ പറയാം. നിങ്ങൾക്ക് ചർച്ചയിലേക്ക് ചോദിക്കാറില്ല അവർ നടത്തുന്ന ആക്ടിവിറ്റി എന്തൊക്കെയാന്നുള്ളത്. ആക്ടിവിറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യം. ആക്ടിവിറ്റി രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മണിപ്പൂരിലെ ആക്ടിവിറ്റിയും നമ്മൾ കണ്ടതാണ്. മണിപ്പൂരിലെ ആക്ടിവിറ്റിയും കാണുമ്പോൾ എല്ലായിടത്തും ഉണ്ടായ രണ്ട് വിഭാഗങ്ങൾക്കിടയിലുള്ള തർക്കത്തിനിടയിൽ അവർക്ക് കിട്ടിയതാണ് എന്ന രൂപത്തിലാണ് വ്യാഖ്യാനിച്ചത്. അല്ലേ? നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടാവും, നിങ്ങൾക്ക് BJP വിരുദ്ധത ഉണ്ടാവും, അതിനൊക്കെ കാരണങ്ങളുണ്ടല്ലോ. നിങ്ങളൊക്കെ കൃത്യമായ അജണ്ടയുടെ പുറത്ത് തന്നെയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ വരാം. ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞ ശേഷം താങ്കളിലേക്ക് വരാം. സമയമുണ്ട്, താങ്കളിലേക്ക് വരാം.
ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞോളൂ. എനിക്ക് ഇതിനെപ്പറ്റി പിന്നെ പറയാനുള്ളത് എനിക്കൊരു വാചകം ഒരു മിനിറ്റ് ശങ്കുട്ടി ജോസ്, ഒരു മിനിറ്റ് അദ്ദേഹം പൂർത്തിയാക്കട്ടെ. സ്റ്റേറ്റ്സിന്റെ കാര്യം പലതവണ എനിക്കൊരു വാചകം കൂടി പറയാനുണ്ട്. ഗ്രാഹാം സ്റ്റെയിൻസിന്റെ കാര്യം പലതവണ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. ഗ്രാഹാം സ്റ്റെയിൻസിന്റെ കാര്യം പലതവണ പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരും പല കാര്യങ്ങളും മറന്നിട്ടും ക്ഷമിച്ചിട്ടും തന്നെയാണ് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഫ്രാൻസിസ് സേവിയറുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഗോവൻ ഇൻക്വിസിഷനിൽ നൂറുകണക്കിന് ആളുകളെ മതവിചാരണ ശരി, എല്ലാവരും കൂടെ പറഞ്ഞാൽ കേൾക്കില്ല. എല്ലാവരും കൂടി പറഞ്ഞാൽ കേൾക്കില്ല. ഒറ്റ മിനിറ്റ് പ്ലീസ്. എല്ലാവരും വിഭാഗീയ കേരളത്തിൽ മുറിവുകളെ ഓർത്തിരുന്നുകൊണ്ട് പരസ്പരം പഴയ മുറിവുകളെ മറന്നുകൊണ്ട് തന്നെയാണ് സമൂഹങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലേ, സമൂഹം മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്ന മുറിവുകളെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. ഗ്രഹാം സ്റ്റെയിനിൽ നിന്ന് തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ഗ്രഹാം സ്റ്റെയിനിൽ ക്ഷമിച്ചത് അവരുടെ കുടുംബമാണ്, സഭയാണ്. ഞാൻ ഫാദർ ഫിലിപ്പ് കവിയിലേക്ക് പോകുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.